നമ്മൾ നേരത്തെ കൊച്ചിയിലെ ഒരു കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടെത്തിയത് ജോർജിന്റെ കഥ. ഇപ്പോൾ ശരൺ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മരടിൽ ചാക്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയതിൽ പ്രതി ജോർജ് കുറ്റം സമ്മതിച്ചു. സൗത്ത് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം. ഇതര സംസ്ഥാനക്കാർക്ക് പങ്കില്ലെന്നും കൊല്ലപ്പെട്ടത് എറണാകുളം സ്വദേശിയാണെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. ശരണുണ്ട്. ശരൺ, ഒടുവിൽ ജോർജ് ആ കുറ്റം സമ്മതിച്ചു അല്ലേ? മദ്യലഹരിയിലാണെങ്കിലും അയാൾ പറയുന്നു ഞാൻ തന്നെയാണ് ആ കൃത്യം ചെയ്തത്. എന്തിന്, ആരെ? ഇതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. സംസ്ഥാന തൊഴിലാളികൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലെന്നാണോ ജോർജ് പറയുന്നത്? ശരൺ, അരുൺകുമാർ, നേരത്തെ മദ്യലഹരിയിലായതിനാൽ തന്നെ ഇയാളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നതാണ് പോലീസിനെ സംബന്ധിച്ച്. അതിനുശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നു. അതായത് ഇയാൾ സ്വഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പോൾ കുറ്റസമ്മതം ഇയാൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ ഇയാൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇയാൾ പറഞ്ഞത് ചാക്ക് വാങ്ങാനായി ഞാൻ കടയിലേക്ക് പോയിരുന്നു, പക്ഷേ എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളത് അറിയില്ല എന്നുള്ള കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് പിന്നാലെ പോലീസ് പറയുന്നത് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയെന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് ഈ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ആ 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ അവർക്ക് കേസിൽ പങ്കില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം എന്നുള്ളതാണ്. ഇത് എറണാകുളം സ്വദേശിയുടെ മൃതദേഹം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് നിലവിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ സ്ത്രീയെ ഇവിടെ എത്തിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്താനുള്ളത്. അതിൽ എന്ത് ഇയാൾ മൊഴിയായി നൽകുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ അക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇയാളുടെ മൊഴികളിലൂടെ തന്നെ അതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്ന് പുലർച്ചെയാണ് ശുചീകരണ തൊഴിലാളികൾ ഇവിടേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ജോർജ് ഈ മൃതദേഹത്തിന് സമീപത്തായി തന്നെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസ് എത്തി ജോർജിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ഒപ്പം തന്നെ വീടിനുള്ളിൽ പരിശോധന നടത്തുന്നു. അങ്ങനെ വീടിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് രക്തക്കറ കണ്ടെത്തിയിരുന്നത്. പ്രധാനമായും ബെഡ്റൂമിൽ നിന്ന് ഈ മൃതദേഹം വലിച്ചിഴച്ചതിൻ്റെ പാടുകൾ കൃത്യമായി തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ബെഡ്റൂമിൽ നിന്ന് അടുക്കള വഴി ആണ് ഇവിടേക്ക് വലിച്ചിഴച്ച് ഈ മുറ്റത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ വീട് മുഴുവൻ തന്നെ രക്തക്കറയുടെ പാടുകളാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റ് 2 പേരെയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ സാഹചര്യത്തിൽ അവരെ വിട്ടയക്കുമെന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ എറണാകുളം സ്വദേശിയുടെ മൃതദേഹമാണെന്നുള്ള നിഗമനത്തിൽ എത്തിയിരിക്കുന്നു. അത് എവിടെയുള്ള സ്ത്രീയാണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അങ്ങനെ ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കുമ്പോൾ കൃത്യമായി തന്നെ അതിലും തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഓക്കെ, താങ്ക് യു ശരൺ. അപ്പോൾ ആ കേസ് നമുക്ക് ക്ലോസ് ചെയ്യാം. ജോർജാണ് ആ കുറ്റം ചെയ്തിരിക്കുന്നത്. ഇനി എന്തിനു വേണ്ടി ചെയ്തു എന്നത് മാത്രം അറിഞ്ഞാൽ മതി. മോട്ടീവ് അത് മാത്രമാണ് ഇനി അന്വേഷിച്ചറിയാനുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊന്നും ഈ കൊലപാതകവുമായിട്ട് ബന്ധമില്ല. ജോർജിൻ്റെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരുന്നില്ല. ജോർജിൻ്റെ ഭാര്യ മകളുടെ വീട്ടിലായിരുന്നു. ആ സമയത്താണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ സംഭവം, ആരാണ് കൊല്ലപ്പെട്ട സ്ത്രീ, അതാണ് ഇനി അറിയാനുള്ളത്. അല്പസമയത്തുള്ളിൽ ശരണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നൽകും. ഇത് ആദ്യം തമിഴ്നാട് സ്വദേശിയാണ് എന്നാണ് പോലീസ് സംശയിച്ചത്. അതല്ല, എറണാകുളം സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്ക് നോക്കാം. അപ്പോൾ കൊലപാതകം ചെയ്തത് ജോർജാണ്, ഒറ്റയ്ക്കാണ് ചെയ്തിരിക്കുന്നതെന്ന് ജോർജ് പറയുന്നു.